സാധാരണയായി നമ്മുടെ ചെറിയവരും വലിയവരുമൊക്കെ എപ്പോഴും ഓതി കേൾക്കുന്ന, ആവർത്തിച്ചു കേൾക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൻ നസ്ർ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് അതറിയും, വലിയവർക്കും അതറിയും. അങ്ങനെയുള്ള സൂറയാണ് സൂറത്തുൻ നസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. إذا جاء نصر الله, അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു വിജയം വന്നാൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, താങ്കൾ താങ്കളുടെ റബ്ബിന്റെ വിശുദ്ധിയെ വാഴ്ത്തണം. ബിഹംദി റബ്ബിക്, താങ്കൾ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം, വസ്തഗ്ഫിർഹു, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുകയും വേണം. ഇന്നഹു കാന തവ്വാബാ, തീർച്ചയായും പടച്ച തമ്പുരാൻ തൗബ സ്വീകരിക്കുന്നവനാകുന്നു എന്നുള്ള ഈ വലിയ അർത്ഥം കുറിക്കുന്ന 3 വചനങ്ങളാണ് ഈ സൂറയിലുള്ളത്. 3 സൂറകൾ, 3 വചനങ്ങളുള്ള 3 സൂറകളുണ്ട്. അതിലൊക്കെ അടങ്ങിയ അർത്ഥഗർഭമായ സൂറകളാണിത്. ഒന്ന് സൂറത്തുൽ അസ്റാണ്. വൽ അസ്ർ, വൽ അസ്ർ എന്ന് പറയുന്ന കാലത്തെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് ആദം നബി തൊട്ടുള്ള സകലമാന കാലങ്ങളെയും പ്രതിപാദിക്കാൻ മാത്രമുള്ള ശക്തമായ വ്യാഖ്യാനങ്ങൾക്ക് പാഠ്യഭൂതമായ സൂറയാണ്. അതേപോലെ തന്നെ ഇന്ന ആയത്തിനാക്കൾ വലിയ അത്ഭുതമാണ്. ചെറിയ സൂറയാണെങ്കിലും അതുപോലെ ഒരു സൂറയാണ് എന്ന് പറയുന്ന സൂറ. ഈ സൂറ ഇറങ്ങുമ്പോഴേ എല്ലാവർക്കും സന്തോഷമായി. കാരണം കഴിഞ്ഞല്ലോ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറങ്ങുന്നത് മിനയിൽ വെച്ചുകൊണ്ടാണ്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജത്തുൽ വിദാഇന്റെ പുണ്യനബിയുടെ പ്രഭാഷണങ്ങളൊക്കെ നടന്ന അവിടെ വെച്ചുകൊണ്ടാണ് ഈ സൂറ ഇറങ്ങുന്നത്. ഈ സൂറ ഇറങ്ങുന്നത് അവിടെ തന്നെയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമു ദീന എന്ന് പറയുന്ന ആ സൂറയിലെ ഈ വചനം, ഈ ബഖറ സൂറയിലെ ഈ വചനം ഇറങ്ങുന്നത്. ഇങ്ങനെയുള്ള ഇതേപോലെയുള്ള കുറെ വചനങ്ങൾ നമുക്ക് കാണാവുന്ന ബഖറ സൂറയെല്ലാം ആ വിശുദ്ധമായ ഖുർആനിൽ ഇത് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ സൂറയാണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്തുൻ നസ്ർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയതോടുകൂടി, പ്രവാചകൻ വന്നതോടുകൂടി പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. തന്നെയുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ വചനത്തിൽ സന്തോഷ വാർത്തയുണ്ട്, സൂചനകളുണ്ട്, കൽപ്പനകളുണ്ട്. ഈ 3 കാര്യങ്ങളും ഈ സൂറയിലുണ്ട്. ഈ ഇദാ ജാ നസ്റുല്ലാഹ് എന്ന് പറയുന്ന സൂറയിലുണ്ട്. ഏതാണത്? വഫീ സൂറത്തുൻ നസ്ർ ബിശാറാത്തുൻ വഇശാറാത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. പിന്നെയോ വബിശാറാത്തുൻ വഇശാറാത്തുൻ, ഏതാണത്? അത് വഹിയ സൂറത്തുൻ തതകററു അലാ അസ്മാഇനായി ഇന്നഹു യഹ്ഫദുഹൽ കബീറു വസ്സഗീർ തബ്ശീറുൻ നബി ബിന്നസ്രി വഖിതാമിർ റിസാല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായം കൊണ്ടും അതുപോലെ തന്നെ റിസാലത്തിന്റെ പൂർത്തീകരണം കൊണ്ടും കഴിഞ്ഞു. ഇനി വഹിയൊക്കെ നിലക്കാൻ വേണ്ടിയിട്ട് പോവാൻ. ഫഫീഹാ ബിശാറാത്തുൻ വഇശാറാത്തുൻ വഅംറുൻ, ഇതേപോലെ കൽപ്പനയുമുണ്ട്. 3 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ സൂറക്കകത്ത് സന്തോഷ വാർത്ത ഇതാണ്. അഥവാ ഇത് കഴിഞ്ഞു, അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. മഹാനായ നബിക്ക് സഹായമുണ്ട് എന്നറിയിക്കുകയാണ്. മക്ക വിജയിക്കും എന്നറിയിക്കുക. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പൈതില്ലാത്ത രീതിയിലുള്ള മഹാനായ പ്രവാചകനെയും കുടുംബത്തെയും വിശ്വാസികളെ മുഴുവനും മക്കയിൽ നിന്ന് അവർ ആട്ടി ഓടിക്കുകയുണ്ടായി. തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് അന്നവർ പോയത്. പക്ഷേ അത് തിരിച്ചു നൽകി. മക്കം ഫത്ഹുണ്ടായി, എല്ലാം നടന്നു. അതുകൊണ്ട് സന്തോഷ വാർത്ത ഇതാണ് ഈ സൂറയിലുള്ള വലിയ സന്തോഷ വാർത്ത. പിന്നെയുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം അടുത്തു എന്നതിന്റെ സൂചനയും ഇതിനകത്തുണ്ട്. സന്തോഷ വാർത്തയോടുകൂടി ദുഃഖകരമായ ഒരു സംഭവം ഈ സൂറയിലുണ്ട്. അത് മഹാനായ പ്രവാചകന്റെ വഫാത്തിന്റെ സൂചനയായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലമ്മ നസലത്ത് ഇദാ ജാ നസ്റുല്ലാഹ്, ഈ സൂറ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ
അള്ളാന്റെ റസൂൽ ഫാത്തിമാബിയെ വിളിക്കുകയാണ് ഈ സൂറ ഇറങ്ങുമ്പോൾ. എന്നിട്ട് പറഞ്ഞു പ്രവാചകൻ പറയാൻ എന്നിലേക്ക് എൻ്റെ നഫ്സ് ഞാൻ മരിക്കാൻ എൻ്റെ മരണവിവരങ്ങളിലേക്ക് അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സൂറ ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ വിളിച്ചിട്ട് മോളോട് പറയാണ് എൻ്റെ മരണവിവരം എന്നിലേക്ക് അറിയിക്കപ്പെടും. ഇതാണ് സൂചന, ഈ സൂറയുടെ സൂചന എന്ന് പറയുന്നത്. മഹദിയായ ആയിഷ ബീവി ഫാത്തിമ ബീവി കരയുകയാണ്. എന്തിനാണ് നീ കണ്ടത്? സൂറത്തുൻ നസ്ർ ഇറങ്ങുമ്പോൾ പുണ്യ നബി കരയുമ്പോ പുണ്യ നബിയുടെ പ്രിയപ്പെട്ട മോള് കരഞ്ഞപ്പോൾ അവിടെ കരയരുതെന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ കരഞ്ഞത്? നീയാണ് നമ്മുടെ കുടുംബത്തിൽ ഞാൻ മരണപ്പെട്ടാൽ നീയാണ് എൻ്റെ അടുത്തേക്ക് ആദ്യം വരുന്നത്. മഹദിയായ ഫാത്തിമ ബീവി കേട്ടപ്പോൾ അവർ ചിരിക്കുകയാണ്. അവർ നല്ലോണം ചിരിക്കുകയാണ്. കാരണം പുണ്യപ്രവാചകനാണ് പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോവല്ലോ എന്നുള്ള 6 മാസം കൂടി ഞാൻ മരിക്കും എന്നുള്ള ഭീതിയല്ല, പുണ്യ നബിയുടെ പിതാവിൻ്റെ ചാരത്തേക്ക് ഞാൻ പോകുമെന്നുള്ള സന്തോഷ വാർത്തയാണ്. ഈ വിഷയമാണ് ഈ സൂറയിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ സൂറ ഇറങ്ങുമ്പോൾ വല്ലാതെ പ്രയാസപ്പെടുന്നു. ആളുകളൊക്കെ സന്തോഷിക്കുകയാണ്. എല്ലാം കഴിഞ്ഞില്ലേ, മക്കം പത്തുകയാണ്. അതുപോലെ പുണ്യ നബിയുടെ ദഅവത്തിന്റെ അല്യവുമാക്കും ദീനക്കും എന്ന് പറഞ്ഞ പൂർത്തീകരണമാണ്. ഈ വേളയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നസ്ർ ഇറങ്ങുമ്പോൾ അതിലൊരു സൂചനയുണ്ട്. പ്രവാചകന്റെ വിയോഗ വാർത്തയും അതിന്റെ ഉള്ളിലടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടറിഞ്ഞ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയണം. മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറങ്ങിയ ഈ വചനം, അവസാനമായി ഇറങ്ങിയ വചനം സൂറയാണ്, വചനമല്ല. അവസാനം ഇറങ്ങിയ പരിപൂർണമായ സൂറ ഇതാണ്. ഈ സൂറയാണ് പരിപൂർണമായി അവസാനം ഇറങ്ങുന്ന സൂറ ഇതാണ്. ഇതങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതിനകത്തുള്ള ഈ കാണുന്ന സൂചന കണ്ടുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുമ്പോൾ ആളുകളൊക്കെ സന്തോഷിക്കുകയാണ്. അവരോട് അവർ ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട്, നിങ്ങൾ എന്തിനായി കരയുന്നത്? ഇത് പൂർത്തിയാക്കപ്പെട്ടില്ലേ? പുണ്യ നബിയുടെ ദഅവത്ത് നല്ല രീതിയിൽ വന്നില്ലേ? മക്കം പൂർത്തിയാക്കപ്പെടുകയല്ലേ? എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യ നബിയുടെ വഫാത്തിന്റെ ഒരു ഗന്ധം എനിക്ക് ഈ സൂറയിൽ നിന്നൊരു സൂചന എനിക്ക് കിട്ടുന്നുണ്ട്. പുണ്യ നബി നമ്മളോട് ഇനി അടുത്ത കാലം വരെ കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ആ വിടവാങ്ങലിന്റെ സൂചന, അതിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അങ്ങനെ കരഞ്ഞപ്പോൾ ആളുകളൊക്കെ സന്തോഷിച്ചപ്പോൾ ഈ സൂറയിൽ അടങ്ങിയ ഈ സൂചന കണ്ടുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. ഈ സൂറയിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഉമർ റളിയല്ലാഹു അൻഹു യദ്ഖുലുനി മാ ശിയാഹി ബദരിൻ. എന്നെ ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്തെയും എപ്പോഴും ഇങ്ങനെ ആളുകടേക്ക് കുട്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോഴേ മാ ശിയാഹി ബദർ, ബദർ എന്ന് പറഞ്ഞാൽ വലിയ, ബദറിൽ പങ്കെടുത്ത യോദ്ധാക്കൾക്ക് എന്നും വലിയ പവറാണ്. അവരെ കിടക്കുന്ന സദസ്സിലേക്ക് ഈ കുട്ടിയെയും കൈ പിടിച്ചിട്ട് മൂപ്പരിങ്ങനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരും. അപ്പൊ ഈ കുട്ടിയെയും പിടിച്ച് വലിയ ആളുകളെ കൂടെ വരുന്നത് കണ്ടപ്പോഴി മഹാനായ ഉമർ ഫാറൂഖ് ചെയ്യുന്ന പണി കണ്ടപ്പോഴി മറ്റുള്ള ബദരീങ്ങൾക്കൊക്കെ വലിയ ഒരു നീരസം തോന്നി. നമുക്കുമൊക്കെ ഇല്ലേ, നീ എന്തിനാ ഈ കുട്ടിയെയും പിടിച്ച് വലിയ മനുഷ്യന്മാരുടെയൊക്കെ എപ്പോൾ ഏത് സദസ്സും ഈ കുട്ടിയും കൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾക്കറിയാം ഓൻ ആരാണെന്നുള്ളത്. ഞാനൊരു കുട്ടീനെ ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓൻ ആരാണ് നിങ്ങൾക്കറിയാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. അങ്ങനെ അവരെ കൂട്ടത്തിൽ വീണ്ടും ഈ കുട്ടിയെയും കൊണ്ട് വലിയ പ്രമുഖന്മാരായ ബദരീങ്ങളുടെ ഇടയിലേക്ക് പോവാണ്. അന്ന് എന്നൊന്ന് കാണിച്ചു കൊടുക്കേണ്ട വേണമെന്നുള്ള ചിന്തയിലാണ് ഉമറുൽ ഫാറൂഖ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ബദരീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് അല്ലാഹു ചോദിച്ചു,
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അവിടെ ഇരിക്കുന്ന പ്രമുഖന്മാർ മുഴുവനുമുണ്ട്. ഈ കുട്ടിയെയും പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ ഫാറൂഖ് വരികയാണ്. അവിടുന്ന് മോനെ നിർത്തിയിട്ട് അവരോട് ചോദിച്ചു, ഈ സൂറയുടെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, അമറനാ അൻ നഹ്മദല്ലാഹ വനസ്തഗ്ഫിറഹു ഇദാ മുസ്തനാ വബതി അലൈനാ. നമുക്ക് സഹായം കിട്ടപ്പെട്ടാൽ, മക്കം വിജയിക്കപ്പെട്ടാൽ നമ്മൾ അള്ളാഹനെ സ്തുതിക്കണം, അവനോട് പൊറുക്കലിനെ ചോദിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഈ സൂറ സൂചിപ്പിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞു. വസക്കത ബഅദുഹും ഫലം യഖുൽ ഷൈഅ. അതിന് ചില ആളുകളൊന്നും മിണ്ടിയില്ല. അവർ അവരവിടെ ശാന്തരായിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഉമർ അള്ളാന്റെ ചോദ്യമാണ് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന ഈ സൂറ ഇറങ്ങുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, അത് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മൾ കൽപ്പിച്ചതാണ്. ചിലരൊന്നും മിണ്ടിയില്ല. ഫഖാല അലി, ഉമർ ഫാറൂഖിന്റെ ചാൻസ്, ഈ കുട്ടിയുടെ ചാൻസ് എവിടെയാണ്? ഉമർ ഫാറൂഖ് എന്നോട് പറഞ്ഞു, അകദാലിക തഖൂലു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന്റെ മോനെ, ഇബ്നു അബ്ബാസേ, നീയും ഇങ്ങനെയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? ആളുകളൊക്കെ പറഞ്ഞല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് പറഞ്ഞ സൂറയുടെ അർത്ഥം നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, നിങ്ങൾ തഹ്ലീൽ, നിങ്ങൾ ഹംദ് ചൊല്ലണം, നിങ്ങൾ ഇസ്തിഗ്ഫാർ നൽകണം, ഇതാണ് എന്ന്. നിന്റെ അഭിപ്രായം എന്താണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇവരൊന്നും പറഞ്ഞതല്ല, ഈ സൂറ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ എന്നുള്ളതല്ല ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവര് പറഞ്ഞതല്ല. മഹാനായ ഫാറൂഖ് ചോദിച്ചു, പിന്നെന്താണ് ഈ സൂറയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മഹാനായ ഉമർ ഫാറൂഖിനോട് അദ്ദേഹം പറയണം, ഞാൻ പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹ്, അത് പുണ്യ നബിയുടെ അജലാണ്, പ്രവാചകന്റെ അവസാന കാലഘട്ടമാണ്, അവസാനത്തോട് അടുത്തിരിക്കുന്നു എന്നാണ്. മഹാനായ പ്രവാചകന്റെ ജീവിതം അവസാനിക്കാൻ വേണ്ടി പോവുകയാണെന്നും ഇതാണ് എനിക്കിന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞു. അല്ലാഹ് പ്രവാചകന് സമയമായിട്ടുണ്ട് എന്ന് അടയാളം, അതിൻ്റെ ഒരു സിഗ്നലാണ്, അതിന്റെ സൂചനയാണ് ഈ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന ഈ സൂറയിലൂടെ. വദാലിക അലാമത്തു അജലിക്, ഇത് പുണ്യ നബിയെ തങ്ങളുടെ അവധി എത്തിയിരിക്കുന്നു എന്നതിന് സൂചനയാണ്. ഫഖാല ഉമറു, അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅലമു മിൻഹാ ഇല്ലാ മാ തഖൂൽ, നീ ഈ പറഞ്ഞത് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഈ ചെറിയ കൊച്ചു പയ്യനെയും പിടിച്ച് വലിയ ആളുകളുടെ വരുമ്പോൾ അവർക്ക് നീരസം തോന്നിയപ്പോൾ അവർക്കറിയാത്ത വലിയ വിജ്ഞാനവാഹിയാണ് ഇബ്നു അബ്ബാസ് എന്ന് കാണിച്ചു കൊടുത്തു. നിങ്ങൾ കരുതിയ കുട്ടിയല്ല ഇത് എന്ന്. അതും ഈ സൂറയെ കുറിച്ച് തന്നെയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ അവസാനം ഇറങ്ങിയ ഈ കാണുന്ന ചെറിയ സൂറ, മുഴുവനുമുള്ള സൂറ, ഈ സൂറ ഇതായിരുന്നു പഠിപ്പിച്ചിരുന്നത്. നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ സൂചനകൾ ഇതാണ്, അതിന്റെ സന്തോഷ വാർത്ത ഇതാണ്. പിന്നൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയി പ്രാവർത്തികമാക്കേണ്ടത്. ആ കൽപ്പന എന്ന് പറഞ്ഞത് എന്താണ്? ഒന്നാമത്തത് സന്തോഷ വാർത്തയാണ്. രണ്ടാമത്തത് മഹാനായ പ്രവാചകന്റെ വഫാത്തിന്റെ സൂചനയാണ്. മൂന്നാമത്തത് ഒരു കൽപ്പനയുണ്ട്. ഏതാണ് കൽപ്പന? ആ കൽപ്പനയാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ് കൽപ്പനയാണ്, ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർ അതും കൽപ്പനയാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. മൂന്നോളം വലിയ കൽപ്പനകൾ അതിൽ വന്നു. 2-3 കൽപ്പനകളാണ്. ഇതാണ് അവസാനം ഈ സൂറയിൽ പറയുന്നത്. അതാണ് നമുക്കും ഇതിൻ്റെ ഒരു പാഠം. അതാണ് ഏതാണത്? അവസാന സന്ദർഭം വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വയസ്സായി വരികയാണ്. നിറച്ച തടി, കറുത്ത മുടികളെല്ലാം നിറച്ചു വരികയാണ്. നല്ല ചെല്ല ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞു വരികയാണ്. ഇനി നിങ്ങൾക്കും വിടവാങ്ങേണ്ട സമയമായിരുന്നു. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവെ തസ്ബീഹ് ചൊല്ലണം, നിങ്ങൾ അല്ലാഹുവിനെ വായന്റെ വിശുദ്ധിയെ ഹംദോടുകൂടി വായിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യുകയും വേണം. ഇതാണ് ഇതിനുള്ള ഒരു ദർസ്, ഇതാണ് ഇതിനുള്ള പാഠം, ഇതാണ് ഈ സൂറയുള്ള അംർ എന്ന് പറയുന്ന കൽപ്പന. ഇതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തേതായി ഈ സൂറ ഇറങ്ങിയതിനു ശേഷം അതുവരെ നല്ല രീതിയിൽ തന്നെ കൂടുതലായി അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കാനുള്ള ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു.
നമ്മളും അതുപോലെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. 50 കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളൊക്കെ, പിന്നീടുള്ളത് അങ്ങോട്ട് പോകാനുള്ളതാണ്. ഇനി ദിക്റുകളും ദുആകളും ഒന്ന് കൂടുതലാക്കണമെന്ന് ഈ സൂറയുടെ പാഠമാണ്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി യുക്സിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. ഈ ദിക്ർ മഹാനായ നബി അവസാന കാലഘട്ടങ്ങളിൽ വല്ലാതെ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു. 2-3 കാര്യങ്ങൾ. ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതിൽ ഇസ്തിഗ്ഫാറുണ്ട്, അതിൽ ഹംദുണ്ട്, അതിൽ തസ്ബീഹുണ്ട്. ഈ തസ്ബീഹ് നമ്മൾ ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം.